അപ്പൊ ഗൈസ് ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോകണം കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, നെല്ലിയാമ്പതിയിലോട്ടാണ് പോകുന്നത്. നെല്ലിയാമ്പതിയിൽ 2-3 പ്ലേസിലോട്ടും പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ ട്രാവലിങ്ങിന്റെ ഇടയിലായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഹോട്ടലിൽ അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. എമ്മ ഇങ്ങനെ ട്രിപ്പിന് വരാനുണ്ടായ റീസൺ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു. പക്ഷെ താത്താക്ക് കിട്ടിയ ചട്നിയാണ് വിറ്റായത് ഗൈസ്. സാമ്പാർ ഉണ്ടായില്ല. പാവം, അതിന്റെ സങ്കടമായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ സാമ്പാറിനകത്ത് കഴിക്കണൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ റോസ്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനിത് എത്ര കഴിച്ചാലും എനിക്ക് മടുക്കാത്തൊരു സാധനമാണ് കേട്ടോ. അപ്പൊ ഞാൻ അത് കഴിച്ചു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാട്ടുപോത്തിനെ നേരിട്ട് കാണുന്നത്. പറ്റിയത് സിനിമയിലല്ലേ കാണത്തുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് കുറെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. ചിലത് ചെറുതൊക്കെ ഉണ്ട്, അതുപോലെ ചിലതൊക്കെ നല്ല വലുതുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. വഴിയൊക്കെ വെള്ള കളറായിട്ട് കിടക്കുകയായിരുന്നു. നമുക്ക് കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല. മനുഷ്യരെക്കാൾ സ്നേഹം മൃഗങ്ങൾക്കാണെന്ന് പറയുന്നില്ലേ, അത് എനിക്കിത് കണ്ടപ്പോ ഒന്നും കൂടെ സത്യമാണെന്ന് തോന്നിട്ടോ. എന്തായാലും ഇത് കാണാൻ നല്ല രസല്ലേ. അങ്ങനെ നമ്മൾ പോയത് നേരെ സീതാർകുണ്ട് വ്യൂ പോയിന്റിലോട്ടാണ് കേട്ടോ. ഇവിടുന്ന് താഴേക്ക് പോയാൽ നേരെ കൊല്ലങ്കോട് എത്തുന്ന പറഞ്ഞത്. അതുകൊണ്ട് സൂക്ഷിച്ച് നിൽക്കണം എന്നൊക്കെ കണ്ടക്ടർ ചേച്ചി പറഞ്ഞു. ഇത് അവിടെ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന കാപ്പിക്കുരു കൊണ്ട് ഉണ്ടാക്കിയ കോഫിയാണ്. പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ഗവൺമെന്റ് ഓർച്ച് വെജിറ്റബിൾ ഫാമിലോട്ടാണ്. ഓരോ പ്ലേസിൽ പോകുമ്പോഴും അടിപൊളി എക്സ്പീരിയൻസ് ആണ് ട്ടോ ഉണ്ടായത്. എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് നെല്ലിയാമ്പതി കാണുന്നത് പോലും. പാലക്കാട് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഗൈസ്, നമ്മൾ അങ്ങോട്ടൊക്കെ പോയി കാണണ്ടേ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും KSRTCയിലുള്ള ട്രിപ്പ് അത് വേറെ ഫീൽ തന്നെയാണ് കേട്ടോ. എന്തായാലും ഇതിന്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പൊ ബൈ.